ഇന്ത്യൻ ഭരണഘടന രാജ്യത്ത് കൈക്കൊണ്ടതിന്റെ 75ാം വാർഷികത്തിൽ പാർലമെന്റിനുള്ളിൽ നടന്ന ചർച്ചകളിൽ സവർക്കറെ മുൻനിർത്തി കാവി പാർട്ടിക്ക് നേർക്ക് രാഹുൽ ഗാന്ധിയുടെ പരിഹാസം. ബി.ജെ.പി താത്വിക ആചാര്യനായി കാണുന്ന സവർക്കറിന്റെ വാക്കുകൾ കടമെടുത്തുകൊണ്ടാണ് ഭരണഘടന ഉയർത്തിപ്പിടിച്ച് ബി.ജെ.പിക്ക് നേർക്ക് രാഹുൽ ഗാന്ധി അസ്ത്രം തൊടുത്തത്. ഭരണഘടനയെ ഒരു കാലഘട്ടത്തിലും അംഗീകരിക്കാൻ പറ്റില്ലെന്ന തരത്തിൽ തള്ളിപ്പറഞ്ഞയാളെ തങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിന്റെ തലതൊട്ടപ്പന്മാരായി കാണുന്നവർക്ക് ഇന്നും മനുസ്മൃതിയാണ് വലുതെന്ന പരിഹാസമാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉയർത്തിയത്. ഭരണഘടനയും മനുസ്മൃതിയും കയ്യിലെടുത്താണ് ബി.ജെ.പിയുടെ ഇരട്ടത്താപ്പിനെതിരെ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ പ്രസംഗിച്ചത്. ഭരണഘടനയ്ക്കെതിരായ സവർക്കർ പറഞ്ഞ വാക്കുകൾ അക്കമിട്ടു നിർത്തി സവർക്കർ പറഞ്ഞത് നിങ്ങൾ പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന ചോദ്യമാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചത്. വി.ഡി. സവർക്കർ അടക്കം RSSകാർ ഇന്ത്യയുടേതായി ഒന്നുമില്ലാത്ത ഭരണഘടനയാണ് ഇതെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ ശ്രമിച്ച ഭരണഘടന രാജ്യം സ്വീകരിച്ചതിന്റെ 75ാം വാർഷികമാണ് ഇതെന്ന ഓർമ്മപ്പെടുത്തലിനാണ് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ഇന്ന് ശ്രമിച്ചത്. ബി.ജെ.പിയുടെ അല്ല, മറിച്ച് RSSന്റെ ആശയങ്ങളുടെ ആധുനിക വ്യാഖ്യാനത്തിന്റെ പരമോന്നത നേതാവ് ഇന്ത്യയുടെ ഭരണഘടനയെക്കുറിച്ചും എങ്ങനെ ഈ രാജ്യം ഭരിക്കണമെന്നതിനെക്കുറിച്ചും പറഞ്ഞത് ഉദ്ധരിച്ചുകൊണ്ട് എന്റെ പ്രസംഗം ആരംഭിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാണ് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ പ്രസംഗിച്ചു തുടങ്ങിയത്. ഇന്ത്യൻ ഭരണഘടനയുടെ കാര്യത്തിൽ ഏറ്റവും മോശം അതിൽ ഇന്ത്യയുടേതായി ഒന്നുമില്ല എന്നതാണെന്ന് സവർക്കർ പറഞ്ഞിരുന്നു. നമ്മുടെ ഹിന്ദു രാഷ്ട്രത്തിൽ വേദങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും ആരാധിക്കപ്പെടുന്നതും നമ്മുടെ പുരാതന കാലം മുതൽ നമ്മുടെ സംസ്കാരത്തിനും ആചാരങ്ങൾക്കും ചിന്തകൾക്കും അനുഷ്ഠാനങ്ങൾക്കും അടിസ്ഥാനമായി മാറിയതുമായ ഗ്രന്ഥമാണ് മനുസ്മൃതി എന്നാണ് സവർക്കർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. നൂറ്റാണ്ടുകളായി ഈ പുസ്തകം നമ്മുടെ രാജ്യത്തിന്റെ ആത്മീയവും ദൈവികമായ യാത്രയെ ക്രോഡീകരിച്ചിട്ടുണ്ടെന്നും ഇന്ന് മനുസ്മൃതി നിയമമാണെന്നും സവർക്കർ പറഞ്ഞിട്ടുണ്ട്. സവർക്കറുടെ ഈ വാക്കുകളാണ് രാഹുൽ ഗാന്ധി ബി.ജെ.പിയുടെ ഇരട്ടത്താപ്പ് തുറന്നുകാട്ടാൻ ഉദ്ധരിച്ചുകൊണ്ട് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചതിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന ചർച്ചയിൽ ലോക്സഭയിൽ ചൂണ്ടിക്കാണിച്ചത്. നമ്മുടെ ഭരണഘടനയിൽ ഇന്ത്യനായതൊന്നുമില്ലെന്ന് സവർക്കർ തന്റെ രചനകളിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയെ ചലിപ്പിക്കുന്ന ഈ പുസ്തകത്തെ മാറ്റിസ്ഥാപിക്കണമെന്നും മനുസ്മൃതി എന്ന ഈ പുസ്തകം കൊണ്ട് അതിനെ തള്ളിക്കളയണമെന്നുമാണ് അദ്ദേഹം വ്യക്തമായി പറഞ്ഞിട്ടുള്ളത്. ഇതാണ് ഇപ്പോഴത്തെ പോരാട്ടം. ഉത്തർപ്രദേശിലെ റായ്ബറേലിയിൽ നിന്നുള്ള കോൺഗ്രസ് എം.പി ബി.ജെ.പിയുടെയും RSSന്റെയും സൈദ്ധാന്തികനായി കാണുന്ന സവർക്കറിന്റെ ഭരണഘടനാ തിരസ്കാരത്തെക്കുറിച്ച് ചോദ്യം ചെയ്താണ് ഭരണഘടന സംരക്ഷിക്കാനുള്ള രാജ്യത്തിന്റെ പോരാട്ടത്തെക്കുറിച്ച് ആവർത്തിച്ചു പറയുന്നത്. ഭരണഘടനയ്ക്കെതിരെ സവർക്കറുടെ വാക്കുകൾ പാർലമെന്റിൽ കേന്ദ്ര സർക്കാരിനെതിരെ ആയുധമാക്കി പ്രതിപക്ഷ നേതാവ് RSS നേതാക്കളെയും സൈദ്ധാന്തികരെയും ചോദ്യമുനയിൽ നിർത്തുന്നുണ്ട്. മനുസ്മൃതിയാണ് പിന്തുടരേണ്ടതെന്ന് പറഞ്ഞ സൈദ്ധാന്തികനെ നിങ്ങൾ പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന ചോദ്യമാണ് ബി.ജെ.പിക്ക് നേർക്ക് രാഹുൽ തൊടുത്തത്. എനിക്ക് ഭരണകക്ഷിക്കാരായ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ നേതാവിന്റെ വാക്കുകളിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? നിങ്ങളുടെ നേതാവിന്റെ വാക്കുകളെ നിങ്ങൾ പിന്തുണയ്ക്കുന്നുണ്ടോ? കാരണം നിങ്ങൾ പാർലമെന്റിൽ ഭരണഘടനയെ സംരക്ഷിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ സവർക്കറെ പരിഹസിക്കുകയാണ്, നിങ്ങൾ സവർക്കറെ അധിക്ഷേപിക്കുകയാണ്, സവർക്കറെ അപകീർത്തിപ്പെടുത്തുകയാണ്. ഭരണകക്ഷി നേതാക്കൾ ശബ്ദമുയർത്തി തടയുമ്പോഴും പ്രതിപക്ഷ നേതാവ് ബി.ജെ.പിയെ അവരുടെ തന്നെ ആശയങ്ങളെ ചോദ്യം ചെയ്ത് മുൾമുനയിൽ നിർത്തി. മനുസ്മൃതിയിലും സവർക്കറിലും തുടങ്ങിയത് നിലവിൽ ബി.ജെ.പിയെ പാർലമെന്റിൽ ചോടിപ്പിക്കുന്ന അദാനിയിലേക്കും അംബാനിയിലേക്കും രാഹുൽ ഗാന്ധി കൊണ്ടുവന്നു നിർത്തി. ഹൈന്ദവ ഇതിഹാസങ്ങളിലെ ഏകലവ്യനെ മുൻനിർത്തിയായിരുന്നു അടുത്ത ആക്രമണം. ഗുരു ദ്രോണറെ പ്രീണിപ്പിക്കാൻ അയാളുടെ ചതിയിൽ കൈവിരൽ മുറിച്ചു നൽകിയ ഏകലവ്യനെ ഉപമിച്ചായിരുന്നു അഗ്നിവീർ പദ്ധതിയെ രാഹുൽ പ്രതിപാദിച്ചത്. ദ്രോണാചാര്യർ ഏകലവ്യന്റെ വിരൽ മുറിച്ചതുപോലെ ബി.ജെ.പി എന്ന കാവി പാർട്ടി ഇന്ത്യയുടെ വിരൽ മുറിക്കുകയാണെന്നും യുവാക്കളുടെ പ്രതീക്ഷയാകുന്ന വിരലും കർഷകരുടെ വിരലും അറുത്തുമാറ്റുകയാണെന്നും രാഹുൽ പറഞ്ഞു. അഗ്നിവീർ നടപ്പാക്കിയപ്പോൾ യുവാക്കളുടെ തള്ളവിരലാണ് നിങ്ങൾ വെട്ടിമാറ്റിയത്. നിങ്ങൾക്ക് ചോദ്യപേപ്പർ ചോർച്ചയുണ്ടായപ്പോൾ നിങ്ങൾ ഇന്ത്യയിലെ യുവാക്കളുടെ തള്ളവിരൽ വെട്ടിമാറ്റി. ഇന്ന് നിങ്ങൾ ഡൽഹിക്ക് പുറത്ത് കർഷകർക്ക് നേരെ കണ്ണീർ വാതക ഷെല്ലുകൾ പ്രയോഗിച്ചു. നിങ്ങൾ കർഷകർക്ക് നേരെ ലാത്തിചാർജ് അഴിച്ചുവിട്ടു. കർഷകർ നിങ്ങളിൽ നിന്ന് താങ്ങുവില ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾ അദാനിക്കും അംബാനിക്കും ലാഭം നൽകുകയും കർഷകരുടെ തള്ളവിരൽ അറുത്തുമാറ്റുകയും ചെയ്യുന്നു. ഞങ്ങൾ അഭയമുദ്രയെന്നും ഭയപ്പെടരുതെന്നും പറയുമ്പോൾ ഞങ്ങൾ നിങ്ങളുടെ വിരൽ അറുക്കുമെന്നാണ് പറയുന്നത്. ഇതാണ് വ്യത്യാസം. ഹത്രാസിൽ പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്തവർ സുഖമായി നടക്കുകയാണെന്നും 4 വർഷമായിട്ടും ആ പെൺകുട്ടിയെ പുനരധിവസിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. യു.പിയിൽ ഭരണഘടനയല്ല മനുസ്മൃതിയാണ് നടപ്പാക്കുന്നതെന്നും രാഹുൽ തുറന്നടിച്ചു. ഞങ്ങൾ വിശ്വസിക്കുന്നത് ഭരണഘടനയിലാണെന്നും ഒരു കൂട്ടം ആശയങ്ങളാണ് ഭരണഘടനയുടെ അന്തസത്തയെന്നും അതിൽ ഗാന്ധിയുടെയും നെഹ്റുവിന്റെയും അംബേദ്കറിന്റെയും ആശയങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു നിർത്തുന്നു.